കൃഷ്ണരാജ് ഇപ്പോൾ ബ്രീഫ് ചെയ്തതുപോലെ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഈ കാർ ഉടമയെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ഏജൻസികൾ എത്രയും പെട്ടെന്ന് ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കാർ നമ്പർ അവർക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് CCTVയിൽ നിന്നാണ് ഈ കാർ നമ്പർ ലഭിച്ചത്. കാർ നമ്പർ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാർ ഉടമയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ഈ സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന സംശയിക്കുന്ന 2 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. ഇത് ഭീകരാക്രമണം തന്നെ എന്നുള്ള രീതിയിലേക്ക്, ഒരു അനുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ അത് ഒഫീഷ്യലി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അത് ആഭ്യന്തരമന്ത്രിയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ നിലവിൽ ഈ ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇതൊരു സാധാരണ സ്ഫോടനമല്ല, പൊട്ടിത്തെറിയല്ല എന്നുള്ള കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. 6:52 സ്ഫോടനമുണ്ടായി. ഒരു I-20 കാറാണ് പൊട്ടിത്തെറിക്കുകയുണ്ടായത്. റെഡ് ഫോർട്ടിന് സമീപം ചാന്ദിനി ചൗക്ക് സിഗ്നലിന്, മാർക്കറ്റിന് തൊട്ടടുത്ത് സിഗ്നലിലേക്ക് 6:52 I-20 വാഹനം എത്തുന്നു. വളരെ സാവധാനമെത്തി ആ സിഗ്നലിൽ നിൽക്കുന്നു. സിഗ്നലിൽ വെച്ച് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ചിതറിത്തെറിക്കുകയാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല നിരവധി വാഹനങ്ങൾ, അത് നേരത്തെ പുറത്തു വന്ന കണക്കുകൾക്കപ്പുറത്തേക്ക് നിരവധി വാഹനങ്ങൾ കത്തി അമർന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. 11 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. ഇവരുടെ മൃത ശരീരങ്ങളുടെ ഭാഗങ്ങൾ, ഇവരുടെ ശരീരഭാഗങ്ങൾ ഈ റോഡിലാകമാനം കാണാമായിരുന്നു. അവരുടെ അവിടെയായി രക്തം തളം കെട്ടിക്കിടക്കുന്നത് കാണാമായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റ് LNJP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതോടൊപ്പം പറയേണ്ടതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ആദ്യഘട്ടം പ്രധാനമന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ചു, കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരുമായും NIA ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതിനുശേഷമാണ് അദ്ദേഹം ഈ ആശുപത്രിയിലേക്ക് പോയത്. അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പിന്നിലായി കാണാം, മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കി വാഹനങ്ങൾ മുഴുവൻ ഇവിടെ നിന്നും മാറ്റി, ആളുകളെ മുഴുവൻ ഇവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ബ്ലാസ്റ്റ് കൂടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാഹിതത്തിന് ഒരു സാധ്യത പോലീസും സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് തടയുക ലക്ഷ്യമിട്ട് ഇതിനോടകം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ. കാടടച്ചുള്ള പരിശോധന എല്ലായിടത്തും നടക്കുന്നു. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകാൻ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കേന്ദ്രങ്ങളിലും കടന്നു കയറിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. മുൻപ് ഈ നമ്മുടെ ചാനലിൽ തന്നെ വന്ന മേജർ രവി ഈ പ്രദേശത്തിന്റെ പ്രത്യേകത പറഞ്ഞു. ഇത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കൂടിയാണ് ഈ ചാന്ദിനി ചൗക്ക്. വളരെയധികം വഴിയോര കച്ചവടക്കാർ ഉള്ള, ആളുകൾ തിങ്ങി നിറഞ്ഞുകൂടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെയാണ് ഈ ബ്ലാസ്റ്റ് നടന്നത്. പക്ഷെ തെരഞ്ഞെടുത്ത സ്ഥലം വലിയ പ്രത്യേകതയുള്ളതാണ്. അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ കടന്ന ആളുകൾ വരുന്ന സ്ഥലമാണ്. നമ്മുടെ റെഡ് ഫോർട്ടിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന റെഡ് ഫോർട്ടിൽ നിന്നും 100 മീറ്ററാണ് വെറും ദൂരം ഉള്ളത്. ഒപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയ ആ സിഗ്നലിൽ വെച്ചാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് പറയണം. കാർ ഉടമയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട കാര്യം, 2 പേർ, സംശയിക്കപ്പെടുന്ന 2 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. 2014 ശേഷം രാജ്യം നടുങ്ങിയ സംഭവം എന്ന് ഇതിനെ പറയാം. ഉറിയിലും പഠാൻകോട്ടിലും അതോടൊപ്പം തന്നെ പഹൽഗാമിലും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഈ കൊടും ഭീകരർക്ക് സ്വാധീനമുള്ള, അവരെ പിന്നിൽ നിന്നും സഹായിക്കുന്ന ആളുകളുള്ള സ്ഥലത്ത് വെച്ചാണ് നടന്നത്. ഈ മിലിറ്റൻസ് വ്യാപകമായുള്ള സ്ഥലത്ത് വെച്ചാണ് നടന്നത്. പക്ഷേ ഇത് അങ്ങനെ നിസ്സാരമായി കാണാൻ, തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത്. ഡൽഹിയിലാണ് ഈ സംഭവം നടന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപമാണ് സംഭവം നടന്നത്. തിരക്കേറിയ വീതിയിലാണ് ഈ സ്ഫോടനം നടന്നത്. കൊല്ലപ്പെട്ടത് നിരപരാധികളാണ്, പരിക്കേറ്റ് വീണത് നിരപരാധികളാണ്. എന്തായാലും ശക്തമായ തിരിച്ചടി രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. യെസ്, നരേന്ദ്രമോദിയുടെ ട്വീറ്റ് വരുന്നു. അതായത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒപ്പം ഞങ്ങൾ നിൽക്കുന്നു.
എത്രയും പെട്ടെന്ന് പരിക്കേറ്റവർ സുഖം പ്രാപിച്ചു വരട്ടെ. എല്ലാ വിഷയങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് വിലയിരുത്തി വരുന്നു അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര സർക്കാർ ആകെയും എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കേന്ദ്രം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം പെഹൽഗാമിൽ എന്താണ് സംഭവിച്ചത്, അതിനു പിന്നാലെ എന്ത് സംഭവിക്കും എന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും കൃത്യമായി പറഞ്ഞിരുന്നു. ആ മറുപടി നൽകിയതുമാണ്. ഭീകരർ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവിടെ വന്ന് ഞങ്ങൾ ഇല്ലാതാക്കും എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. അത് സംഭവിച്ചു. ഭീകരരുടെ മടയിൽ ചെന്ന് അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ടായിരുന്നു ഭാരതത്തിൻ്റെ മറുപടി. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് എല്ലാവരും മനസ്സിലെക്കാലവും ചേർത്തു പിടിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഇപ്പോൾ ഡൽഹിയിലെ സുപ്രധാനമായൊരിടത്ത്, രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലെ ഏറ്റവും സുപ്രധാനമായൊരിടത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആസൂത്രിതമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഒരു വാഹനം പതിയെ നീങ്ങി വരുന്നു, റെഡ് സിഗ്നലിന് തൊട്ടു താഴെ എത്തി പൊട്ടിത്തെറിക്കുന്നു. അതിനുള്ളിൽ ആൾക്കാരുണ്ടായിരുന്നു എന്നാണ്. ശ്രീകാന്ത്, അക്കാര്യത്തിൽ കൂടി നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അതായത് ഈ പൊട്ടിത്തെറിച്ച i20 വാഹനത്തിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന വാർത്താ റിപ്പോർട്ട് വരുന്നുണ്ട്. അത് നേരത്തെ വന്നതാണ്. നോക്കൂ, ഒരു ചാവേർ ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവത്തിലേക്കോ ഇത് നൽകുന്ന സൂചന, അതോ ആ കാർ അതിനുവേണ്ടി ദുരുപയോഗം ചെയ്തതാകാൻ സാധ്യതയുണ്ടോ? അതായത് അതിനുള്ളിൽ ഉണ്ടായിരുന്നവരെ അതിനുവേണ്ടി ഉപയോഗിച്ചതാകാനുള്ള സാധ്യതയുണ്ടോ? കൃഷ്ണരാജ, അത്തരമൊരു നിഗമനങ്ങളിലേക്ക് എത്താറായിട്ടില്ല. കാരണം ഇത് ഭീകരാക്രമണമാണ് എന്ന് ഒഫീഷ്യലി ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇത് ഇപ്പോൾ പോലീസ് നൽകുന്ന, പോലീസിലെ ചില സോഴ്സുകൾ നൽകുന്ന, അതോടൊപ്പം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ, അതിൻ്റെ അനുമാനങ്ങൾ ഒക്കെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭീകരാക്രമണമാണ് എന്ന് ഈ ഘട്ടത്തിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരോ അത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. അത് ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലത്തിൽ മാത്രമേ ഈ കാറുമായി ബന്ധപ്പെട്ടും അതിൽ യാത്രക്കാരുണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ടും അവരെ നിയോഗിച്ചതാണോ അല്ലയോ എന്നതൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അനുമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭീകരാക്രമണമാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കേണ്ടത് നമ്മുടെ അന്വേഷണ സംഘവും അതോടൊപ്പം അധികൃതരുമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് കിട്ടിയ വിവരം, അതായത് ഇവിടെ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ള വിവരം നമുക്ക് കിട്ടി. അത് സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് എന്ന് ഫോറൻസിക് സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചത് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തതയൊന്നും തന്നെ വന്നിട്ടില്ല. അത് ഭീകരാക്രമണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചതാണോ എന്ന കാര്യത്തിലും അവ്യക്തത തുടരുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് അദ്ദേഹവും സ്ഥിരീകരിച്ചിട്ടില്ല. ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇത് സാധാരണ സ്ഫോടനമല്ല എന്നുള്ള കാര്യം അദ്ദേഹവും അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ഇത് അനുമാനങ്ങളാണ് ഈ പുറത്തു വരുന്നത്. അതായത് ഭീകരാക്രമണമാകാം ഈ സ്ഫോടനത്തിന്റെ ഒരു ശക്തി, ഈ സ്ഫോടനത്തിന്റെ ഒരു ശേഷി, സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം, ഇതൊക്കെ അത് പ്രാഥമികമായ അനുമാനമാണ്. സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേരുമ്പോൾ ഇത്രയുമധികം കാഷ്വാലിറ്റി, ഇത്രയുമധികം പരിക്ക്, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് ഒരു പക്ഷേ ഭീകരാക്രമണമാകാം എന്ന അനുമാനം, പ്രാഥമിക നിഗമനം മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അത് സ്ഥിരീകരിക്കണം ഇനി പോലീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും. അതിനുശേഷമേ ഈ കാറുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു വ്യക്തത കൈവരൂ. ശ്രീകാന്ത്, ഇന്ന് നമ്മൾ നൽകിയ രണ്ട് വാർത്തകൾ, ഒന്ന് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ മുഖേന റൈജിൻ എന്ന ജൈവായുധം നിർമ്മിച്ച് ഭീകരാക്രമണം നടത്താൻ IS ഭീകരർ ലക്ഷ്യമിട്ടു. 3 IS ഭീകരരെ അങ്ങനെ പിടികൂടിയെന്ന വാർത്ത. മറ്റൊന്ന് ഹരിയാനയിൽ നിന്നുള്ള വിവരങ്ങൾ വന്നത്. അതിനപ്പുറം ഹാഫിസ് സയ്യിദ് എന്ന കൊടും ഭീകരൻ പറഞ്ഞ വാക്കുകൾ പാകിസ്ഥാനിലെ റാലിയിൽ പറഞ്ഞത്, ഭാരതത്തെ ആക്രമിക്കാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു, ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചൊരാക്രമണ പദ്ധതി ഞങ്ങൾ ഇട്ടിരിക്കുന്നു, കരുതിയിരുന്നോളൂ എന്നൊരു ഭീഷണി
അതും ഇന്ന് വാർത്തയായിരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴെന്ത്? കൃഷ്ണരാജ്, ഇവ മുഴുവൻ ചേർത്ത് ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കണക്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്കിതൊരു ഭീകരാക്രമണമാണ് എന്ന് സംശയിക്കാം, സ്വാഭാവികമായും അനുമാനിക്കാം. അതിനുമപ്പുറം ഈ സ്ഫോടനത്തിന്റെ ശക്തി അത് ഏതെങ്കിലും തരത്തിൽ ഈ CNG സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ആ സാധ്യത അവർ ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ഒരു പ്രാഥമിക സ്ഥിരീകരണം ഇതിനോടകം അവർ നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല അതിശക്തമായ സ്ഫോടനമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണറും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ, ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ഇന്നലെയും ഇന്നുമായി നടന്ന അറസ്റ്റുകൾ, പിടിച്ചെടുത്ത ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ന്യായമായും സംശയിക്കാം ഭീകരാക്രമണം ആണ് എന്ന്. കാറുടമയെ തിരിച്ചറിഞ്ഞു, കാറിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരെ സംശയിക്കപ്പെടുന്ന രീതിയിൽ രണ്ടുപേരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഭീകരാക്രമണമാണ് എന്ന് നമുക്കൊരു നല്ല രീതിയിൽ സംശയിക്കാവുന്ന വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും 99% ഭീകരാക്രമണം എന്ന് സംശയിക്കുമ്പോഴും ആ 1% ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. കാരണം പോലീസോ ഉദ്യോഗസ്ഥരോ അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ഈ ഘട്ടത്തിൽ ഇതുവരെയും ഇതൊരു സ്ഫോടനമാണ്, ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ആ സ്ഥിരീകരിക്കും വരെ ആ 1% അവ്യക്തമായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ സാഹചര്യ തെളിവുകൾ, ആളുകളുടെ പ്രതികരണങ്ങൾ, ഞങ്ങൾ കണ്ട കാഴ്ചകൾ, ദൃക്സാക്ഷി മൊഴികൾ ഇതെല്ലാം ഒരു ഭീകരാക്രമണത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കൃഷ്ണരാജ്. യെസ്.